ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. കുറച്ചധികം എപ്പിസോഡുകൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. ഇപ്പം നയനയും ആദർശം തമ്മിൽ നല്ല പിണക്കത്തിലൊക്കെയാണ്. ആ പിണക്കം അങ്ങോട്ട് കുറേ നാളൊക്കെ അങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയനി ഒന്ന് തിരിച്ചു വന്നാൽ മതി എന്ന് തന്നെ ആദർശ് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനിയുടെയും വിവാഹമൊക്കെ നടത്തി കൊടുക്കുകയാണ് ആദർശ്. അതിൻ്റെ പേരിൽ അനാമികയ്ക്ക് ഭയങ്കരമായിട്ട് ആദർശിനോട് ശത്രുത വർദ്ധിക്കുകയാണ്. അങ്ങനെ ആദർശിനെതിരെ കൊട്ടേഷനൊക്കെ കൊടുത്ത് അനിയും ആദർശിനെയൊക്കെ ജയിലിലിട്ട് ഒരു പോലീസുകാരനെ കൊണ്ട് തല്ലി ചതപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനാമിക. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ നമ്മുടെ നയനെ അറിയാണ് കേട്ടോ. അനാമികയാണ് ഇത് ചെയ്തതെന്ന്. ആദർശനെ തല്ലി അവശനാക്കുന്ന അനാമികയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ നയന അനാമികയെ കാണാൻ പോവുകയും അനാമികയുടെ കാരണം നോക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശും നയനയും തമ്മിൽ പിണക്കത്തിലാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക ഡൈവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അനിക്ക്. അനി പറയാണ്, നീ ഇനി ഈ പേപ്പറിലൊന്നും ഒപ്പിട്ട് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അതല്ലാതെ എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ലെന്ന് പറയുമ്പം അനാമിക തന്ത്രപരമായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതേസമയം ആ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ കഴിയുകയാണ് മറ്റൊരു പുരുഷനുമായിട്ട്. നമ്മുടെ കനക നിർബന്ധിക്കുകയാണ് നന്ദുവിനെ, എന്തായാലും നിൻ്റെ വിവാഹം നടക്കണം, അല്ലാതെ ഒരു കാര്യങ്ങൾക്ക് പരിഹാരം ആവില്ല. അനി ഇപ്പോഴും നിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അത് അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മോളെ നീ ഇതിന് സമ്മതിക്കണം. ഇനി നീ ഇതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കില്ല എന്ന് പറയുക. അങ്ങനെ നന്ദുവിനെ ഭീഷണിപ്പെടുത്തി ഒരു വിവാഹമൊക്കെ സമ്മതിക്കുകയാണ്. അങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് വിവാഹ ദിവസം വരികയാണ്. വിവാഹ ദിവസം വരുമ്പോൾ തന്നെ നമ്മുടെ ജലജയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് കുശുമ്പാണ് കേട്ടോ. നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു കോടീശ്വര പുത്രനാണ്. അവർ അനന്തപുരിയിലെ ബന്ധവും നന്ദുവിൻ്റെ കഴിവും ഒക്കെ കണ്ട് തന്നെ ഇഷ്ടപ്പെട്ടതാണ്. അതേസമയം ജലജയ്ക്ക് അതൊന്നും കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മകളാ നന്ദു, ആ നവ്യയുടെ അനിയത്തിയല്ലേ, അവൾ ഇത്രയും നല്ല നിലയിൽ പോയി കഴിഞ്ഞാൽ നവ്യയുടെ അഹങ്കാരം ഒന്നുകൂടെ കൂടും. ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് വിചാരിച്ചിട്ട് ജലജ നേരെ ചെന്നിട്ട് ആ പയ്യൻ്റെ വീട്ടുകാരോട് പറയുന്നുണ്ട്, നന്ദുവും അനിയും തമ്മിൽ അവിഹിത ബന്ധമാണെന്നും അതിൻ്റെ പേരിൽ അനാമികയുമായിട്ട് എന്നും അനന്തപുരിയിൽ പ്രശ്നങ്ങളാണെന്നും ഒക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പയ്യൻ്റെ വീട്ടുകാരാകെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ അവരോട് പറയാം, ഈ വിവാഹം നിങ്ങൾ നടത്താതിരിക്കുന്നതാണ് നല്ലത്, നടത്തിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, നിങ്ങളുടെ മകനെ ഇട്ടേച്ച് അവൾ വേറുള്ളവൻ്റെ കൂടെയും പോകും എന്നൊക്കെ നന്ദുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഒന്നുകൂടി ചിന്തിക്കുകയാണ്, ഈ വിവാഹം വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ വിവാഹത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ അവരറിയിക്കുന്നത്. അത് ആദർശിനെയാണ് അറിയിക്കുന്നത്, ഈ വിവാഹം നടക്കില്ല എന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ പറയുന്നത്, ഇന്നല്ലേ വിവാഹം, മുഹൂർത്തത്തിന് കുറച്ച് സമയമുള്ളൂ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, എന്നിട്ട് നിങ്ങൾ ഈ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞാലോ? അപ്പോൾ ആ പയ്യൻ്റെ അമ്മ പറയാണ്, എന്തായാലും മറ്റൊരു പുരുഷൻ്റെ കൂടെ നടക്കുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അനിയുടെ ഭാര്യ അനാമികയുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് അവരുടെ ജീവിതം തകർത്തത് നന്ദു ആണെന്നാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ എൻ്റെ മകൻ വിവാഹം കഴിച്ചാൽ പിന്നെ അവനെയും വിട്ടിട്ട് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ആദർശ് പറയാം, നിങ്ങൾ എന്ത് വൃത്തികേടാണ് പറയുന്നത്, നന്ദു അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നും അല്ല, അനാമിക അവളോടുള്ള ദേഷ്യത്തിന് പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് പറയുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അനാമിക മാത്രമല്ല വേറെ ചിലരും, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ചിലരും ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല, വിശ്വസിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ലെന്ന് അവർ തീർത്തു പറയുക. അപ്പോൾ ആദർശന് ആകെപ്പാടെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഗോവിന്ദനും കനകയും നയനയും എല്ലാവരും റെഡിയായി, എല്ലാ വിവാഹ ഒരുക്കങ്ങളും ഒക്കെ ആയിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ വിവാഹം മുടങ്ങി പോകുന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവിടെ ചെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം അത് ഗോവിന്ദന് താങ്ങാൻ കഴിയുമെന്ന് അറിയില്ലല്ലോ. അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന ആളല്ലേ, എന്താ ചെയ്യുക ഇതിനൊരു പരിഹാരം? ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇനി വിവാഹം മുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പം ആദർശിൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നുകയാണ് കേട്ടോ. അനി ആ സമയം അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് അനിയെ കൊണ്ട് നമുക്ക് വിവാഹം കഴിപ്പിക്കാൻ നന്ദുവിനെ. ഏതായാലും അവരല്ലേ ഇഷ്ടപ്പെട്ടത്, ദൈവനിശ്ചയം ചിലപ്പം അത് തന്നെ ആയിരിക്കും. അനാമികയാണെങ്കിൽ ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് ഡിവോഴ്സ് സമ്മതിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അനി ഫ്രീ ആണല്ലോ. അപ്പോൾ പിന്നെ അനിയെയും നന്ദുയെ തന്നെ ഒപ്പിക്കുക, അതായിരിക്കും
ദൈവനിശ്ചയം എന്നൊക്കെ ആദർശ് ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെ ആദർശ് നേരെ മറ്റാരോടും പറയാതെ പോയിട്ട് അനിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അനിയോട് പറയാണ്, അനി ഇങ്ങനൊരു കാര്യമുണ്ട്, നീ എൻ്റെ കൂടെ നന്ദുവിൻ്റെ വിവാഹ പന്തലിലേക്ക് വരണം. നന്ദുവിൻ്റെ വിവാഹം മുടങ്ങിയിരിക്കുകയാണ്. അനാമികയും അതുപോലെ വേറെ ആരാണ്ടും ഒക്കെ നന്ദുവിനെക്കുറിച്ച് മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വിവാഹം മുടക്കി. അത് എല്ലാ ഒരുക്കങ്ങൾക്ക് ശേഷമാണ്. ചിലപ്പം ദൈവനിശ്ചയം നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയായിരിക്കും. ജ്യോത്സ്യൻ പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചാൽ മതി ഈ വിവാഹത്തിന്. അതുകൊണ്ടായിരിക്കും ഇതിപ്പം മുടങ്ങിപ്പോയത്. നീ അതിന് സമ്മതിക്കണമെന്ന് പറയുമ്പോൾ അനി പറയാണ്, അല്ല ഞാനിപ്പം പെട്ടെന്ന് കയറി അതിന് സമ്മതിച്ചാൽ എന്തായിരിക്കും അവരുടെ വീട്ടുകാരുടെയൊക്കെ അഭിപ്രായം, ഏട്ടൻ പറ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാണ്, അതൊന്നും നീ കാര്യമാക്കണ്ട, എന്തായാലും ഇത് നടക്കണം എന്നാണ് നിശ്ചയം. അങ്ങനെയുണ്ട് നീ ഈ മുഹൂർത്തത്തിൽ തന്നെ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടണം, ഏട്ടനാ പറയുന്നതെന്ന് പറയാണ്. അങ്ങനെ അനിയെ കൂട്ടിക്കൊണ്ട് വിവാഹ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ് ആദർശ്. അപ്പം വിവാഹത്തിന് വരാൻ പയ്യനെയൊക്കെ നോക്കി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് അനിയെ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് അനിയോട് പറയാണ്, അനി നീ അങ്ങോട്ട് കയറി നിൽക്ക്, നന്ദുവിൻ്റെ അടുത്തേക്ക് നിൽക്കാൻ പറയാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുക, എന്താ ഈ സംഭവം, അനിയോട് കയറി നന്ദുവിൻ്റെ അടുത്തേക്ക് നിൽക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഉടനെ നയനെ ചോദിക്കുക, എന്താ ആദർശേട്ടാ അനി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഈ സമയത്ത് അനി ഇവിടെ ഇല്ലാതിരിക്കുന്നതല്ലായിരുന്നോ നല്ലത് എന്ന് ചോദിക്കുമ്പം ഉടനെ ആദർശ് പറയാണ്, അത് നീയാണോ തീരുമാനിക്കുന്നത്, അനി ഇവിടെ വേണം എന്ന് പറയാണ്. അപ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ ചോദിക്കുകയാണ്, പയ്യൻ വരാറായില്ലേ, മുഹൂർത്ത സമയമായില്ലേ, അവരെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാം. വിവാഹം ആകാറായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പം ആദർശ് പറയാണ്, അതെ പയ്യൻ വരാനൊന്നും പോകുന്നില്ല, അനിയാണ് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും ഞെട്ടിപ്പോവാണ് എല്ലാവരും. അപ്പം നയന ചോദിക്കുക, എന്താ ആദർശേട്ടാ ഈ പറയുന്നത്, അനിയോ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്, മറ്റൊരു പുരുഷനുമായിട്ട് വിവാഹം ഉറപ്പിച്ചതല്ലേ, ആ സമയത്ത് അനി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ പറയേ, എന്താ ആദർശം ഈ പറയുന്നത്, നന്ദുമോളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, അവരെത്തിയ ഉടനെ താലി കെട്ടേണ്ടതാ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ആദർശ് പോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ ദേവയാനി ചോദിക്കുക, ആദർശ് നീ എന്താ പറയുന്നതാ, അനി എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതമ്മേ അനിയും നന്ദുവായിട്ടുള്ള വിവാഹമേ നടക്കുകയുള്ളൂ, ജ്യോത്സ്യനെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ദൈവനിശ്ചയം അത് തന്നെയായിരിക്കും, അതുകൊണ്ട് അത് തന്നെ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുക, അത് തന്നെ നടക്കുകയുള്ളൂ എന്ന് പറയാൻ നീ ആരാ, നന്ദുവിൻ്റെ അമ്മയും അച്ഛനും വിവാഹം വേറെ ഉറപ്പിച്ച് വെച്ച് ആ വിവാഹത്തിന് ഈ ആളുകളെല്ലാം ക്ഷണിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാനാണ് നീ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതെ എന്തായാലും അനിയെ നന്ദുവിൻ്റെ കഴുത്തിൽ വിവാഹം കഴിക്കുള്ളൂ, മറ്റേ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പം നയന ചോദിക്കുക, ആദർശേട്ടാ എന്താ പറയുന്നത്, ആദർശേട്ട മറ്റേ വിവാഹം മുടക്കിയോ, അനിയെ കൊണ്ട് നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ആദർശേട്ടൻ ഒരു നാടകം കളിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ നയനയോട് പറയാണ്, നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്, ഞാൻ നാടകം കളിക്കായിരിക്കും, അതിന് നിനക്കിപ്പോൾ എന്താ വേണ്ടത്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം എന്ന് പറയാം. അപ്പോൾ ദേവേനെ ഒറ്റ അടി കൊടുക്കുകയാണ് ആദർശനിട്ട്. എന്നിട്ട് ചോദിക്കുക, എന്താടാ ഇത്, എന്ത് വട്ടത്തരമൊക്കെ നീ പറയുന്നത്, ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിനക്ക് നാണയില്ലേ, നന്ദു അനിയും തമ്മിൽ വിവാഹം കഴിക്കാനോ, അതൊന്നും നടക്കില്ല, നന്ദുവിൻ്റെ വിവാഹം വേറെ ഉറപ്പിച്ച നീയാണല്ലേ അപ്പോൾ ഇതെല്ലാം ചെയ്തത്, ഇത് നിൻ്റെ ഒരു നാടകമായിരുന്നല്ലേ, ആ വിവാഹം നീ മുടക്കിയിട്ടാണല്ലേ അനിയും കൊണ്ട് വന്നത്, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുക. അപ്പോൾ ആദർശ് പറയാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ബഹളം വയ്ക്കാതെ. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് വല്യമ്മ ആദർശേട്ടനെ വഴക്ക് പറയാനൊന്നും പോകണ്ട, ഈ വിവാഹം നടക്കില്ല, അത് നന്ദുവിനെ വിവാഹം കഴിക്കാനിരുന്ന പയ്യൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു, അവർ ആദർശേട്ടനെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പം ഉടനെ കനക ചോദിക്കുക, എന്താ അവരെന്തിനാ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഉടനെ ആദർശ് പറയാണ്, അത് ആ പയ്യനൊരു സ്വഭാവ ദൂഷ്യമുണ്ട്, അതുകൊണ്ട് ആ വിവാഹം വേണ്ട എന്ന് പറയാം. അപ്പം നയന ചോദിക്കുകയാണ്, ഇപ്പോഴാണ് ആദർശേട്ടാ സ്വഭാവ ദൂഷ്യം ഉണ്ടായത്, ഇത്രയും സമയം ആ പയ്യൻ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എന്താ പെട്ടെന്നൊരു സ്വഭാവ ദൂഷ്യം, ഇതൊക്കെ ആദർശേട്ടൻ്റെ പ്ലാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവുകയാണ്. ആദർശ് പറയാണ്, ഇതെൻ്റെ പ്ലാനൊന്നും അല്ല, ഇത് ശരിക്കുള്ള കാര്യം, നന്ദുവും അനിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ അവരോട് വിളിച്ച് ആരൊക്കെയോ പറഞ്ഞു, അനാമിക പറഞ്ഞിട്ടുണ്ട്, അതുപോരാതെ മറ്റാരാണ്ടും വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് അവർ ആ കാര്യം ഏകദേശമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നന്ദുവിനെ വിവാഹം കഴിക്കാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്, അവരുടെ പയ്യനെ കൂടി ചതിക്കുമെന്നാണ് അവർ പറയുന്നത്, എന്നെ വിളിച്ച് രാവിലെ അവർ പറഞ്ഞു ഈ വിവാഹം നടക്കില്ലെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മുഹൂർത്ത സമയത്ത് ഇനിയിപ്പം വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ, ദൈവത്തിൻ്റെ നിശ്ചയം നന്ദുവും അനിയും ഒന്നിക്കണമെന്ന് തന്നെയായിരിക്കും, ജ്യോത്സ്യന്മാരും പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയല്ലേ, അതൊക്കെ ഇപ്പം ശരിയാവാൻ പോവാമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അനിയെ കൂട്ടി ഇങ്ങോട്ട് വന്നത്, അല്ലാതെ മറ്റേ പയ്യൻ വരുന്നത് നോക്കിയിരുന്നാൽ അവർ വരില്ല, ഈ വിവാഹം മുടങ്ങി. അപ്പോൾ ഉടനെ ഞെട്ടിപ്പോവാ
അങ്ങോട്ട് കനകയൊക്കെ കരയാൻ തുടങ്ങുകയാണ്. ഗോവിന്ദനാണെങ്കിൽ നെഞ്ചിലൊക്കെ പെത്തിപ്പിടിച്ച് ഇതെന്തൊരവസ്ഥയാണോ ഇത്, എന്താണോ ഇങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയാണ്, അച്ഛനിങ്ങനെ വിഷമിക്കാനൊന്നും പോകണ്ട, എന്തായാലും അനിയുടെയും നന്ദുവിൻ്റെ വിവാഹം കഴിക്കും, നടക്കണമെന്ന് തന്നെയാണ് നിശ്ചയം, അതങ്ങ് നടക്കുമെന്ന് പറയാണ്. അങ്ങനെ അനിയെ പിടിച്ച് അവിടെ ഇരുത്തി നന്ദുവിനെ താലി കെട്ടിക്കുകയാണ്. അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹമൊക്കെ അങ്ങ് കഴിയുക. അങ്ങനെ അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ ജാനകിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നന്ദുവിനെ കൊണ്ട് അങ്ങ് വിവാഹം കഴിപ്പിച്ചു. അനാമിക പോയെങ്കിലും ഇങ്ങനെ ഒരു വിവാഹത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആദർശാണോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നന്ദുവും അനിയും വിവാഹം കഴിഞ്ഞ് അനന്തപുരിയിലേക്കൊക്കെ വന്ന് കയറുകയാണ്. വന്ന് കയറുന്ന സമയത്ത് അവിടെ ഒരു സംഘർഷം തന്നെ ഉണ്ടാവുകയാണ്. ജാനകിയും ജലജയൊക്കെ, ജലജ പറയാണ്, ആ പെണ്ണ് അവൾ അനിയുടെ ജീവിതം തകർത്തവളാ, ഇപ്പോൾ സത്യമായില്ലേ, അനാമിക പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും വ്യക്തമായില്ലേ, അനിയും നന്ദുവും തമ്മിൽ വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പം നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണം കൂടിയായി. മറ്റൊരു പുരുഷനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു, വിവാഹ നിശ്ചയ സമയത്ത് കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു, നാളെ പത്രത്തിലൊരു ന്യൂസ് വരാൻ വരെ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് ആഘോഷിക്കുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇഷ്ടപ്പെടുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് അത് തന്നെയായിരിക്കും ദൈവനിശ്ചയം. ഏതായാലും അനാമിക അനിയുമായിട്ട് ഡിവോഴ്സായി പോവുകയും ചെയ്തു. അനാമികയ്ക്ക് മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് നന്ദുവിന് വന്ന നല്ലൊരു ആലോചനയായിരുന്നു, അതാരൊക്കെയോ കൂടി മുടക്കി. എനിക്ക് തോന്നുന്നത് ഈ അനന്തപുരിയിൽ തന്നെ ചിലരൊക്കെ ഇതിനായിട്ട് കളിച്ചു എന്നാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ ജലജ ആകപ്പാടെ ഇങ്ങനെ അങ്കലാപ്പിലാവുകയാണ്. ദൈവമേ, ഈ കാർന്നോര് ഇത് കണ്ടുപിടിച്ചോ വാ, ഞാനും കൂടെ കൂടിയിട്ടാണെന്ന്, എന്നാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ കയറി. അതേസമയം അനാമികയ്ക്ക് ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കേട്ടോ. അനാമിക ആഗ്രഹിച്ചത് ഒരിക്കലും നന്ദുവും അനിയും തമ്മിൽ ഒന്നിച്ചു പോകരുതെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അനാമിക ഡിവോഴ്സ് കൊടുക്കാതെ കൂടെ പിടിച്ചു നിന്നത്. എന്നാൽ നന്ദുവിന് മറ്റൊരാളുമായിട്ട് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു എന്നറിഞ്ഞതുകൊണ്ടും അനി ആ സമയത്ത് ഈ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടും ഒക്കെ അന്ന് അനാമിക പേപ്പറിൽ ജസ്റ്റ് ഒപ്പിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അനാമിക ക്യാൻസൽ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിവാഹ ഉടമ്പടി ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിവോഴ്സ് പേപ്പർ ക്യാൻസൽ ചെയ്ത് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിക്കുകയാണ് അനാമിക. എന്നിട്ട് അനാമികയുടെ കാമുകനോട് പറയുന്നുണ്ട്, ഞാനും ഒരു കളി കളിക്കാൻ പോവാണ്, കളത്തിലിറങ്ങി തന്നെ കളിക്കണം. ആദർശ നന്ദുവിനെ അനിയൻ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു. ഇങ്ങനൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. നന്ദു വേറൊരുത്തൻ്റെ ഭാര്യയാകുമല്ലോ ഇന്നൊന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുകയായിരുന്നു. അനിയുടെ ദുഃഖം കുറച്ചുകൂടി കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും അങ്ങോട്ട് എനിക്ക് തെറ്റുപറ്റി. അവരൊന്നായി. പക്ഷേ ഞാൻ നോക്കിക്കോ, രണ്ടും ഇന്ന് മണിയറയൊരുക്കുന്നത് ജയിലിലായിരിക്കും എന്നൊക്കെ പറയാണ്. എന്നിട്ട് അനാമികയോ കാമുകൻ ചോദിക്കുന്നുണ്ട്, നീ എന്തായി പറയുന്നത്? ഇത് നീ കണ്ടോ ഈ പേപ്പർ? ഇത് ഞാൻ ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തതാണ്. ആ ഡിവോഴ്സ് എഗ്രിമെൻറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തായിരുന്നു. അതിൻ്റെ പേപ്പറും വാങ്ങിച്ച് ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാനായിട്ട്. അതുകൊണ്ട് അതിന് പറ്റിയൊരു സമയം ഇപ്പോൾ വന്നിട്ടുണ്ട്, ഞാനെടുത്ത് പ്രയോഗിക്കാൻ പോവാണെന്ന് പറയാണ്. അങ്ങനെ അനാമിക നേരെ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ചെന്നിട്ട് അവിടെ ചെന്നൊരു പരാതി കൊടുക്കുകയാണ്. എൻ്റെ ഭർത്താവാണ് അനി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ എഗ്രിമെൻ്റ് പേപ്പർ അതൊക്കെ ഞാൻ ക്യാൻസലാക്കിയതാണ്, ഞങ്ങൾ മാറിയാണ് താമസിക്കുന്നത്, പക്ഷേ അവൻ എൻ്റെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ്, ഇത് നിയമപരമായി തെറ്റല്ലേ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഈ വിവാഹം നടത്തി കൊടുത്തിരിക്കുന്ന അവൻ്റെ ചേട്ടൻ ആദർശാണ്. അയാൾ നിർബന്ധപൂർവ്വം അനിയെക്കൊണ്ട് ഈ വിവാഹം നടത്തിക്കുകയായിരുന്നു, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, എനിക്ക് നീതി കിട്ടണമെന്ന് പറയാണ്. ഈ വിവാഹത്തിന് യാതൊരു സാധുതയില്ല, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചെന്ന് പറയുകയാണ്. അതേസമയം ആ സ്റ്റേഷനിലെ SI നമ്മുടെ വേണുവിൻ്റെയും അനാമികയുടെയും ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അയാളോട് പറയുന്നുണ്ട്, സാറ് ഇത് വേണ്ട രീതിയിൽ തന്നെ ചെയ്യണം, സത്യത്തിൽ ഇതൊരു ചതി തന്നെയാണ്, ഞാൻ അവൻ്റെ മുമ്പിൽ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്തതാ, അതിനുശേഷം കോടതിയിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്തൊരു പേപ്പർ വാങ്ങിയിട്ടുമുണ്ട്. എന്തായാലും അവൻ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ പറ്റില്ല, ഇതിൻ്റെ പേരിൽ സാറിന് എത്ര ക്യാഷ് വേണമെങ്കിലും ഞങ്ങൾ തരാം, അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം, ഒപ്പം ആ നന്ദുവിനെയും അതുപോലെ വിവാഹം കഴിപ്പിച്ച ആ ആദർശിനെ അവനെ വെറുതെ വിടരുത്, അവനാണ് ഇതിൻ്റെ ഇടയിലെല്ലാം കിടന്ന് കളിക്കുന്നത്, അവനെ ലോക്കപ്പിലിട്ട് 4 എണ്ണം പൊട്ടിക്കണം, 4 എണ്ണമല്ല അടിച്ച് അവശനാക്കുക തന്നെ ചെയ്യണം എന്ന് വേണു പറയാണ്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, അതെ, ഒരു വിട്ടുവീഴ്ചയും വേണ്ട,
ആ നയന അവളുടെ കണ്ണുനീര് കൂടി കാണണം. ആദർശിൻ്റെ അഹങ്കാരം തീരണമെങ്കിൽ അവനെ അടിച്ച് ശരിയാക്കുക തന്നെ ചെയ്യണം. ആദർശിന് വേദനിച്ച ആനന്ദപുരിയിൽ എല്ലാവർക്കും വേദനിക്കും. അതുപോലെ തന്നെ അനിക്കും നന്ദുവിനും നയനയ്ക്കും എല്ലാവർക്കും വേദനിക്കും. എല്ലാവരും വേദനിക്കണം. അതുകൊണ്ട് ആദർശിനെ ഒന്ന് നീറ്റായിട്ട് പെരുമാറണമെന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയാണ്, ശരി ഞാനതൊക്കെ ചെയ്യാം, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കണക്ക് പറഞ്ഞ് ഞാൻ മേടിക്കും കേട്ടോ. വേണുവിൻ്റെ കള്ളത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അപ്പോൾ വേണു പറയാണ്, അല്ലേലും സാറേ ഞാൻ പോലീസിൻ്റെ മുമ്പിൽ കള്ളത്തരങ്ങളൊന്നും കാണിക്കാറില്ലെന്നറിയാമല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സഹായം എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ അങ്ങോട്ട് അതുപോലെ തന്നെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ വേണു ചോദിക്കുക. അങ്ങനെ സംഗതി എല്ലാവരും ഓക്കെ ആക്കിയിരിക്കുകയാണ്. ആ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അനന്തപുരിയിൽ ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശ് എവിടെയെന്ന് ആദ്യം ചോദിക്കുക. അപ്പോൾ ആദർശ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്താ? അല്ല നിങ്ങളെ ഒന്ന് കാണാൻ. അല്ല എന്താ സാർ ഇവിടെ ഇത്രയും പോലീസ് ഫോഴ്സൊക്കെ ആയിട്ട്? ഇതൊരു മംഗളകർമ്മം നടന്ന വീടാണ്. ഇന്നിവിടെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹമായിരുന്നു. അതുകൊണ്ട് എന്താ ഇപ്പം ഇങ്ങോട്ട് ഈ പോലീസൊക്കെ ആയിട്ട് വന്നത് എന്ന് ചോദിക്കുക. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഓഹോ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹമായിരുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നതെന്ന് പറയാണ്. എന്താ കാര്യം? അപ്പോൾ പറയാണ്, ഈ അനിയുടെ ഭാര്യയില്ലേ അനാമിക, അവളൊരു പരാതി സ്റ്റേഷനിൽ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പം ഉടനെ ആദർശ് പറയുന്നുണ്ട്, അനിയുടെ ഭാര്യയല്ല അനാമിക, ആയിരുന്നു, പക്ഷേ അവർ ഡിവോഴ്സായി. അവർ പേപ്പറിൽ മ്യൂച്വൽ പെറ്റീഷനൊക്കെ കൊടുത്ത് ഡിവോഴ്സായതാണ് എന്ന് പറയാം. അപ്പം ആ SI കാണിക്കുകയാണ് കേട്ടോ ഈ പേപ്പർ. ഇതാണോ മ്യൂച്വൽ പെറ്റീഷൻ? അതൊക്കെ ആ കുട്ടി എന്നേ ക്യാൻസൽ ചെയ്തു. ഇപ്പോഴും അനിയുടെ ഭാര്യ അനാമിക തന്നെയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പം നന്ദു അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. അപ്പം അനി ചോദിക്കുക, എന്താ നിങ്ങൾ പറയുന്നത്? അവളിത് ക്യാൻസൽ ചെയ്ത വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങളെ അറിയിച്ചില്ലായിരിക്കും, പക്ഷേ ആ കുട്ടി ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഭാര്യ അനാമിക തന്നെയാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ എങ്ങനെ നിയമപരമായി വിവാഹം കഴിക്കും? ഇതിനൊക്കെ എന്താ സാധ്യതയുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കൂട്ടു നിൽക്കാൻ പറ്റി? എന്തായാലും നിങ്ങൾ 3 പേരും സ്റ്റേഷനിലേക്ക് പോരാൻ പറയാണ്. നന്ദുവിനെയും അനിയെയും അതുപോലെ തന്നെ നമ്മുടെ ആദർശിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അനാമിക ഡിവോഴ്സായെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അനി നന്ദുവിനെ വിവാഹം കഴിച്ചത്, എന്നിട്ട് ഇതെന്തൊരു ചതിയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ SI പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കോടതിയിൽ പോയി തെളിയിച്ചാൽ മതി എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതെ ഞാൻ കോടതിയിൽ പോയി തന്നെ തെളിയിച്ചോളാം എന്ന് പറയാം. അങ്ങനെ ആദർശിനെയും അനിയെയും നന്ദുവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ അനിയെയും നന്ദുവിനെയും ഒക്കെ ജയിലിൽ ഇട്ടിരിക്കുക. അതേസമയം ആദർശിനെ ലോക്കപ്പിലിട്ട് നന്നായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ SI നന്നായിട്ട് പെരുമാറുകയാണ്. ആദർശിനെ അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിൽ ആദർശ് പിറ്റേ ദിവസം ജാമ്യമൊക്കെ ആയിട്ട് ചെല്ലുകയാണ് കേട്ടോ. ദേവയാനി നയനിയൊക്കെ കൂടെ അങ്ങനെ ജാമ്യം കിട്ടുകയാണ് എല്ലാവർക്കും. ഇങ്ങനെ ഒരു കാര്യം ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയാണ് അനിയും നന്ദുവും ഒക്കെ. അതേസമയം ആദർശിനെ കാണുമ്പോഴേക്കും ആകെപ്പാടെ പൊട്ടിക്കരഞ്ഞു പോവാണ് നയനയും ദേവയാനിയൊക്കെ. അതുപോലെ അടിച്ച് അവശനാക്കിയിരിക്കുകയാണ് കേട്ടോ. ഒരാളുടെ സഹായം ഇല്ലാതെ ആദർശിന് നടക്കാൻ പോലും പറ്റുന്നില്ല. നയനയും ദേവയാനിയും കൂടി താങ്ങിപ്പിടിച്ചാണ് കേട്ടോ ആദർശിനെ കൊണ്ടുവരുന്നത്. അപ്പം നയനി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാർ, എന്തിനാ ഇദ്ദേഹത്തെ ഇങ്ങനെ തല്ലിച്ചതച്ചത്? അതിന് മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? അനാമിക ഡിവോഴ്സ് ക്യാൻസൽ ചെയ്തെന്നുള്ള കാര്യം അറിയാതെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അവളത് ആരെയും അറിയിച്ചിട്ടുമില്ല. അവൾ ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിക്കുമ്പം അതിനൊക്കെ മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്യണോ? ആദർശൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാർ ഇത്രയധികം ഒക്കെ? ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ട് എന്ന് നയന പറയാണ്. അപ്പോഴേക്കും ഉടനെ പറയാണ് നമ്മുടെ SI, അതെ അവൻ്റെ വായിലെ നാക്ക് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് 2 എണ്ണം കൊടുത്തു. നിങ്ങളേത് കോടതിയിലോ കേസിലോ എന്തേലും പോയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് പോവാണ് ആദർശിനെയും അനിയെയും നന്ദുവിനെയും ഒക്കെ വീട്ടിലേക്ക്. എല്ലാവർക്കും ഭയങ്കര വിഷമാവാണ്. കനകയും ഗോവിന്ദനും ഒക്കെ പൊട്ടിക്കരയാണ് കേട്ടോ. അതേസമയം ആദർശിനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പം നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആദർശേട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചിരിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, നയനെ അതിന് സംശയമില്ല, ആ അനാമിക തന്നെയാണ്. അവളുടെ ശത്രുത അങ്ങ് തീർത്തതാ. നിന്നോടുള്ള ശത്രുത കൂടി എന്നോട് തീർത്തതാണ്. അതെങ്ങനെ ആദർശേട്ടന് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് നയന. അപ്പോൾ പറയുന്നുണ്ട്, അത് ആ SI ഒതുക്കത്തി എന്നോട് പറഞ്ഞു, അനാമിക പറഞ്ഞിട്ടാണ് എന്നെ തല്ലിച്ചതയ്ക്കുന്നതെന്നുള്ള കാര്യം എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അവളെ വെറുതെ വിടുമെന്നൊന്നും ഓർക്കണ്ട. അവൾ അനന്തപുരിയിൽ ചെയ്തു കൂട്ടിയ ഓരോ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയാം.
അപ്പം നയന പറയുന്നുണ്ട് ആദർശേട്ടൻ ഇപ്പം റെസ്റ്റ് എടുക്ക്, എനിക്കൊന്ന് അനാമികയെ പോയി കാണണമെന്ന് പറയാം. വേണ്ട, താനിപ്പോൾ അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ആദർശ് പറയാം. അപ്പം നയന പറയുന്നുണ്ട് അത് പറ്റില്ല, എനിക്ക് അവളെ പോയി കാണണം എന്ന് പറയാം. അങ്ങനെ നയന ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ അനാമികയുടെ വീട്ടിലേക്ക്. അവിടെ വേണുവും രേവതിയും ഒക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് നയന ചോദിക്കുക, എടി അനാമിക ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ് വിളിച്ച് വലിച്ചിറക്കുകയാണ്. വലിച്ചിറക്കിയിട്ട് കാണുമ്പോൾ തന്നെ രണ്ടെണ്ണം അങ്ങ് പൊട്ടിക്കുക. അപ്പോൾ വേണുവും രേവതിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ആദർശേട്ടനെ എന്തിനാണ് ഇവള് തല്ലി ചതപ്പിച്ചത്? ഞാൻ എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അല്ല, ആദർശേട്ടനെ ജയിലിലിട്ട് തല്ലി ചതയ്ക്കാൻ നിങ്ങൾ SIക്ക് കാശ് കൊടുത്തില്ലേ? അതുകൊണ്ടല്ലേ ആ അവസ്ഥയിൽ ആ മനുഷ്യനെ ആക്കിയത്. അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? നീ തന്നെ ഇവിടെ നാടകം കളിച്ചിട്ട്. അപ്പോൾ അനാമിക പറയാണ്, ഞാൻ നാടകം കളിച്ചെന്നോ? നിങ്ങളുടെ ഭർത്താവല്ലേ നിർബന്ധിച്ച് എൻ്റെ ഭർത്താവിനെ കൊണ്ട് അവളെ കെട്ടിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ കേസ് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയാണ്, നീ ചെയ്ത ഓരോ കാര്യത്തിനും നീ കണക്ക് പറയേണ്ടി വരും. നീ ഇപ്പം ആദർശേട്ടന് ചെയ്തതിനാണ് ഇപ്പം ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചത്. ഇനി ബാക്കി അനന്തപുരി ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങൾക്കും നീ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. അതിനുശേഷം നീ അനിയുടെ ഭാര്യയല്ലെന്നറിയാൻ വലിച്ചെറിയും നിന്നെ അവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേച്ച് പോരുവാണ് കേട്ടോ. അനാമികയാണെങ്കിൽ അടികൊണ്ട് കവളിങ്ങനെ തൂത്തോണ്ട് അവിടെ നിൽക്കുകയും ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്